പ്രൈസ് ലോർഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാക്കുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ആണ്ടിന്റെ പ്രാരംഭ ദിനത്തിൽ ഹല്ലേലൂയ റേസ്ഡ് ഇൻ ഗ്ലോറി എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കും കർത്താവിനെ ഘോഷിപ്പാൻ തക്കോണം ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. അവിടെ രാത്രിയാണ്, ഇവിടെ സന്ധ്യ ആയതേ ഉള്ളൂ. പല ടൈം സോണിലാണ് നമ്മൾ ഓരോരുത്തരും പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ വചനത്തെ കേൾക്കുവാൻ തക്കോണം ദൈവം ചെയ്ത കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ വലിയ പ്രാസംഗികയൊന്നുമല്ല. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ എനിക്ക് മറ്റുള്ളവരോട് സാക്ഷിക്കണമെന്നുള്ള ഒരാഗ്രഹമുള്ളത് കൊണ്ടും അല്പം വചനങ്ങളൊക്കെ ഇങ്ങനെ പറയും എന്നേ ഉള്ളൂ. എങ്കിലും ദൈവം ഇന്ന് എപ്രകാരമാണ് എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിച്ചായിരിക്കുന്നു. ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. നമ്മൾ തുറന്നൊരു വാക്ക് നമ്മൾ സംസാരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം ദൈവം നമ്മെ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടായിരിക്കാം ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സാക്ഷ്യവും ചെറിയൊരു മെസ്സേജും തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. 1 ശമൂവേൽ 15-ന്റെ 22-ാമത്തെ വാക്യം. എല്ലാവരും കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന വാക്യമാണ്. അതിന്റെ ലാസ്റ്റ് ഭാഗം, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലത്. അതിൽ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെ കുറവുകളൊന്നും യഹോവ അവിടെ നിന്ന് കണക്കിടല്ലേ. കടന്നു വന്ന ദൈവമക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ ഇന്ന് രാത്രികാലം ദൈവം കണക്കിടാതെ ദൈവ സാന്നിധ്യം ഇതിന്റെ മധ്യയോട് നിറങ്ങുമാറണം. ഈ ആണ്ടിന്റെ പ്രാരംഭ ദിനത്തിൽ ദൈവസന്നിധിയിലേക്ക് അടിയങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ കൃപകളെ കൊണ്ട് അടിയങ്ങളെ നിറയ്ക്കണം. ചില വിടുതലുകൾ ഇതിന്റെ മധ്യത്തിൽ സംഭവിക്കാൻ ദൈവം കൃപ ചെയ്യുമാറണമേ. 2026 ചില ഹല്ലേലൂയ വഴികളെ തുറക്കുന്നതും ചില അടച്ചു വെച്ചതിനെ തുറന്നു വരുന്നതുമായ ദിവസങ്ങളാക്കി തീർക്കുമാറണം. ഹല്ലേലൂയ കർത്താവേ, ചിലർ ദൈവസന്നിധിയിലേക്ക് കൂടുതലായി അടുക്കുവാൻ ദൈവത്തിന്റെ കൃപാവരങ്ങളെ പ്രാപിപ്പാൻ തക്കോണം ദൈവോടൊന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ഹിതത്തിന് അനുസരണമായി ഈ 2024 മുന്നോട്ട് പോകുവാൻ തക്കോണം ഓരോരുത്തരെയും ദൈവോട് ഇടയാക്കി തീർക്കണം. ഇന്ന് രാത്രികാലം വചനത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണം. അതിൽ നിന്ന് സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കുമാറണം. തിരികിതമല്ലാത്തതൊന്നും നാവിൽ നിന്ന് വീഴുവാൻ അവിടെ ഇടയാക്കല. ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അല്പസമയം തിരച്ചിലായിരിക്കട്ടെ. കൃപകളെ കൊണ്ട് നിറയ്ക്കണം. എല്ലാം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ, ഞാൻ ഇവിടെ കറ്റാനം, കായംകുളം മാവേലിക്കരയ്ക്ക് അടുത്ത് കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ 2 കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഒരു ചർച്ചുണ്ട്. ഭവനത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലാണ്. ഇത്രയും നാളും ഞങ്ങൾ കുടുംബത്തിലായിരുന്നു. ഈ വർഷമാണ് ഞങ്ങൾ വേറെ ഒരു വീട് വെച്ച് മാറാനായിട്ട് ഇടയായത്. അതൊക്കെ നമുക്ക് പുറകാലെ സംസാരിക്കാം, സാക്ഷ്യത്തിലൂടെ പറയാം. രാത്രി കാലം ദൈവം തന്ന വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യം, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലത്. അനുസരണത്തെ കുറിച്ച് പറയാനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അനുസരണം. ഹല്ലേലൂയ. നമ്മൾ പല വിധത്തിൽ അനുസരിക്കും. ഒന്ന്, നമ്മുടെ കടമ മൂലം നമ്മൾ അനുസരിക്കും. 2, നമ്മൾ ഭയത്തിൽ അനുസരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരാളോട് ഒരു കടമയുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? അനുസരിക്കും. രണ്ടാമത്, അവർ നമ്മളെ ഭയപ്പെടുത്തി ചിലത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? അനുസരിപ്പിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മളെ എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആരെയാണ് അനുസരിക്കേണ്ടത്? നമ്മുടെ ദൈവത്തെയാണ് അനുസരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സൃഷ്ടാവിനെ അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു കടമയുണ്ട് അല്ലെ. ഇന്ന് നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. നമ്മൾ വായിച്ച വാക്യം തന്നെ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലത്. ഹല്ലേലൂയ. ഇന്ന് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അനുസരണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ഏറ്റവും അധികമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവിക കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ.
ഏതിനിൽ എന്ത് ചെയ്ത് അനുസരണക്കേട് കാണിച്ചു. അതാണ് ഫസ്റ്റില് ഉള്ള അനുസരണക്കേട്. അത് മുഖാന്തരം എന്ത് ചെയ്തു? ആ ഏതിനിൽ നിന്ന് അവര് പുറന്തള്ളപ്പെട്ടു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രതികൂലങ്ങളോ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, നമ്മൾ ദൈവിക കൽപ്പനകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിട്ടുപോകുന്നുണ്ട്. ദൈവിക കൽപ്പനകളിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നത്, പ്രതിസന്ധികൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവിക വചനങ്ങളെ നമ്മൾ അനുസരിക്കുന്നവരായി തീരണമെന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഞങ്ങൾ വചനം അനുസരിക്കുന്നുണ്ടെന്ന്. എങ്കിലും ഹല്ലേലൂയ, ഇന്ന് ഞാൻ പറയുന്നത് ആരും അനുസരിക്കുന്നില്ല എന്നല്ല, ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കണം. അവന്റെ ചട്ടം ഇന്നത്തെ ആത്മീയ കോളത്തെ നോക്കുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിക്ക് വേണ്ടിയിട്ട് വചനത്തെ എന്ത് ചെയ്യും? കോട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെ ഒരു ഇതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. അത് അതേപടി തന്നെയാണ് സംഭവിക്കുന്നതും അതേപടി തന്നെ നമ്മൾ അനുസരിക്കുകയും വേണം. ദൈവിക വചനങ്ങളെ വിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും നടത്തുവാൻ പാടില്ല. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കുവാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു. കണ്ടോ, നമ്മൾ ഈ ബൈബിളും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, പലപ്പോഴും ദൈവം ആലോചനകളെ, കൽപ്പനകൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനങ്ങളെ, ചട്ടങ്ങളെ ആചരിക്കണമെന്ന്. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം. ഒന്നാമതേ കർത്താവിനെ നമ്മൾ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോഴേ ദൈവം നമ്മോട് അടുത്ത് വരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം അല്പം അകന്നിരുന്നാൽ കർത്താവ് നമ്മോട് അകന്നിരിക്കുമെന്നാണ് വചനം പറയുന്നത്. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കേണ്ടത്? അതിന്റെ താഴെ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, യഹോവ ദൈവമായിരിക്കണമെങ്കിൽ. ഹല്ലേലൂയ. യഹോവ നമുക്ക് ദൈവമായിരിക്കണമെങ്കിൽ നാം അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. നമുക്ക് നമ്മുടെ ദൈവമെന്ന് പറയുവാൻ നമുക്ക് യോഗ്യത വേണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായിരിക്കണം. അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും ഞാനാണെങ്കിൽ ഇതിൽ തന്നെ വചനം പറയുവാനായിട്ട് കയറുവാൻ കാരണം തന്നെ ബീന സിസ്റ്ററാണ് എന്നെ പ്രിയ സിസ്റ്ററിന് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഗ്രൂപ്പിലൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല വചനങ്ങളൊന്നും. പക്ഷേ എനിക്കൊരുള്ളിൽ ഒരു ഭയം വരാറുണ്ട്. ദൈവത്തെ ഒരു പാട്ട് പാടുവാനോ ഒരു പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ വചനം പറയാൻ എനിക്ക് കഴിവുണ്ടായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയമുണ്ട്. ദൈവം നമ്മളോട് കാര്യം അരുളി ചെയ്താൽ അത് നമ്മൾ എന്ത് ചെയ്യണം? നിവർത്തിക്കണം. അത് നമ്മൾ അനുസരിക്കണം. ദൈവമക്കളെ നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് പ്രകാരമാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും കഴിഞ്ഞത്. നമ്മുടെ ദൈവം യഹോവ നമ്മുടെ ദൈവമായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കണം. അതുപോലെ യഹോവയ്ക്ക് നാം സ്വന്തം ജനമായി തീരണമെങ്കിൽ, ഹല്ലേലൂയ, അവന് നാം സ്വന്തം ജനമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കണം. നമ്മൾ സ്വന്തം ജനമെന്ന് നമ്മൾ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ. അങ്ങനെ ആയി തീരണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൽപ്പനകളും അവന്റെ ചട്ടങ്ങളും പ്രമാണിക്കുന്നവരായിരിക്കണം. യഹോവയുടെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തം ജനമായി തീരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സകല ജാതികൾക്ക് നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന്. ഹല്ലേലൂയ. സകല ജാതികളുടെയും മുമ്പിൽ മാനിക്കേണ്ടത്. എന്താണ് ദൈവമക്കളെ ദൈവം മാനിക്കുവാൻ കാരണം? ഹല്ലേലൂയ, നമ്മൾ അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നിൽക്കുന്നുണ്ട്. മറ്റുള്ള ജാതികളെക്കാൾ ഉപരിയായി കർത്താവ് ദൈവമക്കളെ മാനിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരെ ഒരിക്കലും അവൻ നിന്ദയ്ക്കും പരിഹാസത്തിനും ഏൽപ്പിക്കത്തില്ല. ചില കഷ്ടങ്ങളും ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പൊ നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ശോധന ചെയ്യുന്നതാ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ശോധനയിലൂടെ നടത്തത്തുള്ളൂ. കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ആ കഷ്ടത്തിന്റെ മുമ്പേ പതറിപ്പോകുവാനല്ല യഹോവ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ കഷ്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ജയമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം. തീച്ചൂളയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിന്റെ മുമ്പിൽ ഹല്ലേലൂയ തകർന്നു പോകരുത്. പല പ്രതിസന്ധികൾ മുന്നിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതിന്റെ മുമ്പിൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ, ആ ദൈവത്തിന്റെ കൃപകളെ പ്രാപിക്കുവാൻ നമുക്ക്
നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ ആ കൃപ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കണമെങ്കിൽ സ്വർഗത്തിലെ അപ്പച്ചൻ വിചാരിക്കണം, ഹല്ലേലൂയ, നമ്മൾ പറയും നമ്മുടെ മിടുക്കൊണ്ട് നടന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രശംസ കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട് നടന്നു നമ്മൾ ചിന്തിക്കും. ഒരിക്കലുമല്ല. ഹല്ലേലൂയ, നമ്മൾ വെറും കൃമിയാ. ഹല്ലേലൂയ, മനുഷ്യനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ കർത്താവ് അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, സംഭവിക്കുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ ഹിതത്തിനനുസരണമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ദൈവം മുന്നോട്ട് നയിക്കുന്നത്. ദൈവഹിതം ഹല്ലേലൂയ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേ. നമ്മുടെ ഹിതത്തിന് വേണ്ടിയല്ല നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ഹിതം എന്ത്, അതെന്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ 2026 ഹല്ലേലൂയ അങ്ങനെ തന്നെ സംഭവിക്കണം. ഹല്ലേലൂയ, 2025 പോലെ ആയിരിക്കത്തില്ല 2026. ഒരിക്കലും ഞാൻ പറയത്തില്ല അനുഗ്രഹത്തിന്റെ, നന്മയുടെ, സമാധാനത്തിന്റെ വർഷമാണെന്ന്. ഇല്ല, സമാധാനങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രതികൂലങ്ങൾ ഏറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ദൈവമക്കൾക്കെതിരായി വളരെ ശക്തമായി പിശാച് പോരാടുന്ന നിമിഷങ്ങൾ അവനറിയാം. ഹല്ലേലൂയ, എവിടെ തകർക്കണമെന്ന്, എവിടെ പിടിക്കണമെന്ന്. ഹല്ലേലൂയ, അത് കണ്ട് നമ്മൾ ഈ നാളിൽ ഉണരണം. ഹല്ലേലൂയ, ഉണരേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളൊന്ന് അടുത്ത് വന്നെങ്കിലേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ, നന്മയ്ക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിലായിരിക്കില്ല. ഹല്ലേലൂയ, ചില കഷ്ടങ്ങളും ചില പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രിസ്തു സിസ്റ്ററോട് പ്രകാരം പറയുകയാണ്, തീച്ചൂളയുടെ അനുഭവത്തിലൂടെ ആയിരിക്കും ദൈവം കടത്തിവിടുന്നത്. എന്നാൽ ആ തീച്ചൂളയുടെ മുമ്പിൽ നാലാമനായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച കഷ്ടങ്ങൾ, കഴിഞ്ഞ നാളുകൾ അനുഭവിച്ച പ്രതിസന്ധികളുടെ മുമ്പിൽ പലപ്പോഴും നീ ചോദ്യങ്ങളെ ചോദിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി തരുന്ന ഒരു കാലമുണ്ട്. ഹൃദയത്തിലെ ഭാരങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്കായി യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ, നുറുങ്ങുന്ന ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ മനസ്സ് തകർന്ന് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ, മനസ്സിന്റെ ഭാരങ്ങളെയൊക്കെ ഒന്ന് ഇറക്കി വെച്ചാട്ട് ദൈവം ചില ശോധനകൾ തരുന്നത് ഹല്ലേലൂയ അനേകരുടെ മുമ്പിൽ സാക്ഷിയായി കുടുംബമായി ദൈവത്തെ ഉയർത്തി കാണിപ്പാൻ, അനേക സ്റ്റേജുകളിൽ ദൈവത്തിന്റെ മഹത്വം വർണ്ണിപ്പാനാ. ഹല്ലേലൂയ, വരും നാളുകളിൽ കർത്താവ് അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരും. ഹല്ലേലൂയ, ചില ശുശ്രൂഷകളെ തന്ന്, ചില കൃപാവരങ്ങളെ തന്ന് ഹല്ലേലൂയ ദൈവം മാനിക്കുന്ന ദിനങ്ങള് ഹല്ലേലൂയ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ദർശനത്തിൽ ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് സമയം തെറ്റാതെ ജീവിതത്തിൽ നിറവേറുന്ന സമയം അടുത്തു. ഹല്ലേലൂയ, ഇതുവരെ നീ അനുഭവിച്ച നിന്ദകള്, ഇതുവരെ നീ അനുഭവിച്ച കഷ്ടങ്ങള്, ഹല്ലേലൂയ, അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു കരം. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ദൈവം പ്രകാരമാണ് പറയുന്നത്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ, അത്ഭുതം കൂറുമാറിക്ക് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിലാണോ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കത്തക്ക വേണം. ഹല്ലേലൂയ, ചില പ്രവൃത്തികൾ, ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ, അതിനൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവിക കൽപ്പനകളെ അനുസരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ, അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. വിളിച്ചിറക്കിയത് ഹല്ലേലൂയ കർത്താവാണെങ്കിൽ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ, അവൻ എത്തിക്കേണ്ട സ്ഥാനത്ത് നമ്മെ എത്തിച്ചേർക്കും. ഹല്ലേലൂയ, അവൻ ആ ലക്ഷ്യത്തിൽ നമ്മെ കൊണ്ട് എത്തിക്കും. ഹല്ലേലൂയ, നമ്മുടെ പ്രവൃത്തി സാധ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം. യോശുവ 1:8 ഇപ്രകാരം കാണുന്നുണ്ട്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി സാധ്യമാകണമെങ്കിൽ ഹല്ലേലൂയ ചെയ്യേണ്ട കാര്യമാണ് യോശുവയോട് പറഞ്ഞ ദൈവപ്രകാരം ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, നമ്മുടെ വായിൽ നിന്നും കർത്താവിന്റെ വചനം ഒരിക്കലും നീങ്ങി
പതറിപ്പോകരുത്. വചനം ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ അങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അങ്ങനെ നമ്മൾ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി സാധിക്കുകയും നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു, നീ കൃതാർത്ഥനാകും. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഇരുന്നു. നമ്മ എവിടെ പോയാലും, നമ്മ എവിടെയായിരുന്നാലും, ഏത് മണ്ഡലങ്ങളിലായിരുന്നാലും ഹല്ലേലൂയ നമ്മെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മെ തകർത്ത് കളയുവാനല്ല നമ്മെ ശോധന ചെയ്യുന്നത്. ഹല്ലേലൂയ. തിന്മയ്ക്കായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല. നന്മയ്ക്കായിട്ട് മാത്രമേ കർത്താവ് നമുക്ക് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഈ കഷ്ടങ്ങൾ വരുന്നത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കാണെന്ന്. എന്നാൽ തിന്മയ്ക്കായി ദൈവം ഒന്നും ചെയ്യുന്നവനല്ല. ഹല്ലേലൂയ. അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഹല്ലേലൂയ അവന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ മത്തായി 7:21 ഇപ്രകാരം പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരേവനുമില്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. ആ സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ, ആ നിത്യത പ്രാപിക്കണമെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ടല്ല കാര്യം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടം എന്ത്, അവന്റെ ഹിതം എന്ത്, അത് തിരിച്ചറിഞ്ഞ് നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. നമ്മളെല്ലാം പ്രാർത്ഥിക്കും, ആരാധിക്കും, പാടും. എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ ആ നിത്യതയ്ക്ക് വേണ്ടി, ആ നിത്യരാജ്യത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്? അതിനുവേണ്ടി എത്രത്തോളം നമ്മൾ ഒരുങ്ങുന്നുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നത് അവന് മഹത്വം കരയേറ്റുവാനും അവന് സ്തുതി കരയേറ്റുവാനും വേണ്ടി മാത്രമല്ല. അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല കർത്താവ് മനുഷ്യനെ ലോകത്തിൽ സൃഷ്ടിച്ചാക്കിയത്. എന്തിനാ? ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാ, കർത്താവിനെ അനുസരിക്കുന്നതിന് വേണ്ടിയാ. എന്നാൽ പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കുന്നില്ല, അനുസരണക്കേട് കാട്ടുക. ലൂക്കോസ് 8:21 ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ. ഹല്ലേലൂയ. തന്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറയുന്നത്, തനിക്ക് പ്രിയമുള്ളവരെന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേട്ട് ചെയ്യുന്നവരാ. നമുക്കറിയാം, യേശു ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചുഴലിക്കാറ്റുണ്ടായി. ഹല്ലേലൂയ. അതിൽ വെള്ളം കർത്താവ് എന്ത് ചെയ്യുക? പടകിൽ ഉറങ്ങിയായിരുന്നു. അപ്പോഴ് പടകിൽ വെള്ളം നിറഞ്ഞപ്പോൾ അവരെ പ്രാണഭയത്തിലായി. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും അറിയാവുന്നതാ. അവരെന്ത് ചെയ്തത്? കർത്താവിനെ പോയി മുട്ടി വിളിച്ചു. ഹല്ലേലൂയ. പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ ദൈവത്തിന്റെ അവർക്കറിയാം കർത്താവ് അതിൽ ഉറങ്ങുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ, നമ്മളും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ നമ്മൾ ആ ശിഷ്യന്മാരെ പോലെ ആയിത്തീരാറുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനല്ല നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ ഉറപ്പുണ്ടായിരിക്കണം, ആ ധൈര്യം ഉണ്ടായിരിക്കണം, ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചേക്കാം. ഹല്ലേലൂയ. ജീവിതമാക്കുന്ന പടക്കിലേക്ക് പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. എന്നാൽ പതറിപ്പോകരുത്. ഹല്ലേലൂയ. ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടായിരിക്കണം. നമുക്ക് ശാസിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ശത്രുവിനോട് പോരാടുവാൻ നമുക്ക് കഴിയണം. ഇന്ന് രാത്രി അങ്ങനെ ഒരു അഭിഷേകത്തെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയണം. നമ്മോട് എതിർത്ത് നിൽക്കുന്ന ശത്രുവിനോട് ഹല്ലേലൂയ നമുക്ക് പോരാടി ജയിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എവിടെ ഞാൻ പറയാൻ വന്നത് അതല്ല. ഹല്ലേലൂയ. അവിടെ കാറ്റും കടലും പ്രകൃതി കൂടി എന്ത് ചെയ്ത്? കർത്താവിനെ അനുസരിച്ചു. എന്നാൽ ദൈവമക്കളായ നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ ഹല്ലേലൂയ പുറകോട്ട് മാറിപ്പോകാറുണ്ട്. എന്നാൽ പ്രകൃതി എന്ത് ചെയ്യും? സൃഷ്ടിതാവിനെ അനുസരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കുന്നത്, യഥാർത്ഥമായി അനുസരിക്കുന്നത് പ്രകൃതി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ കൽപ്പിക്കുമ്പോഴൊക്കെയും പ്രകൃതി എന്ത് ചെയ്യും? അതേപടി അനുസരിക്കും. മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് തനിക്ക് വേണ്ടി ഹല്ലേലൂയ
തന്നെ ആരാധിക്കുവാൻ വേണ്ടി, തന്നെ അനുസരിക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്താക്കിയെങ്കിൽ ഹല്ലേലൂയ പലപ്പോഴും അവൻ അനുസരണക്കേടിലേക്ക് മാറിപ്പോകുക. ഹല്ലേലൂയ ആ അനുസരണക്കേടിൽ നിന്നും മടക്കി കൊണ്ടുവരുവാൻ ആ കർത്താവിനെ എന്ത് ചെയ്ത് ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. ഹല്ലേലൂയ തന്റെ സ്വന്തം പുത്രനെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമാക്കി. ഹല്ലേലൂയ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? നമ്മുടെ ഒരു പുത്രനെ നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല യാഗം കഴിക്കാൻ. കൊടുക്കുമ്പോൾ സ്വന്തം പുത്രനെ ആരും കൊടുക്കത്തില്ല. എന്നാൽ നമ്മെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാ. അത് രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രി നാം ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നു. ആ സ്നേഹത്തെ അറിയാത്തവരായി ആരും ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിൽ ദൈവപാദപീഠത്തിൽ നമ്മൾ മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ ആ ദൈവത്തിന് നമ്മൾ എത്ര നന്ദി കരയറ്റിയാൽ പറ്റും. ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നിസാര വാക്കുകൾ, നിസാരമെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളത് തള്ളിക്കളയും. നമ്മൾ ചില വാക്കുകൾ ദൈവം പറയുമ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിച്ച് നമ്മൾ ആ വാക്കുകളെ എന്ത് ചെയ്യും? കൂട്ടിക്കളയും, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാതെ. എന്നാൽ ആ ഒരു പ്രവൃത്തി കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ നഷ്ടങ്ങളായിരിക്കും. ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ ഹല്ലേലൂയ വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമുക്കറിയാം ശൗലിനോട് പിന്നെ ദൈവം ഇപ്രകാരം ശൗലിൽ പറഞ്ഞു, അമാലേക്കിനെ പോയി മൊത്തം നശിപ്പിച്ച് കളയാൻ, ഒന്നുപോലും ശേഷിപ്പിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ശൗൽ എന്ത് ചെയ്തു? അത് രാജാവിനെയും പിടിച്ചുകൊണ്ട് വന്ന് ചില മേത്തരമായതിനെയും കൊണ്ടുവന്ന് യഹോവയ്ക്ക് യാഗം കഴിക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ കോപം ഇപ്പൊ എന്ത് ചെയ്ത്? ശൗലിന്റെ പേര്. ശൗലിനോട് പറഞ്ഞത് ശൗലങ്ങ് ചെയ്തത്. നമ്മളും ഇങ്ങനെയാ, പലപ്പോഴും നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ ഇച്ചിരി അങ്ങോട്ടങ്ങ് മാറ്റി വെക്കും. ഹല്ലേലൂയ കർത്താവ് അതല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റി വെക്കുവാനല്ല, ഒരു പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരു പൂർണ്ണത, ഹല്ലേലൂയ പൂർണ്ണമായ ഒരു അനുസരണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ശൗലിന്റെ രാജ്യത്വത്തെ എന്ത് ചെയ്ത്? ദാവീദിനെടുത്തു കൊടുത്തു. ഹല്ലേലൂയ നമ്മുടെ നന്മകളെ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോർത്തോണം, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോയെന്ന്. ഹല്ലേലൂയ നമ്മുടെ നന്മകളെ, നമ്മുടെ വാഗ്ദത്തങ്ങളെ ശത്രു ദൃഷ്ടി വെക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവസന്നിധിയിൽ അങ്ങനെയല്ല. ഹല്ലേലൂയ ദൈവം നമ്മോട് വാഗ്ദത്തം അരുളിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഇതൊക്കെ അങ്ങ് സാധ്യമാകുന്നു. ഒരിക്കലും സാധ്യമാകത്തില്ല. സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അപ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ മാത്രമേ ആ വാഗ്ദത്ത നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ വാഗ്ദത്തം കേട്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. നോഹയോട് കർത്താവ് എന്ന് പറഞ്ഞു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ പെട്ടകം നോഹ ഉണ്ടാക്കി. ഹല്ലേലൂയ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ നോഹയോട് പറഞ്ഞു അതിനകത്ത് എന്ത് ചെയ്യണം? കീല് തേക്കണം. ഒരു നിസാര കാര്യം പോലും നമ്മൾ ചിന്തിച്ചേക്കാം, കീല് പുരട്ടണമെന്ന്. ഹല്ലേലൂയ നോഹ അത് തന്നെ ചെയ്തു. പക്ഷെ നോഹ അത് ചെയ്യാതിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ? പുറത്തുള്ള വെള്ളം അകത്തേക്ക് കടന്നേനെ. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ആ അഭിഷേകം നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ പരിശുദ്ധമാവ് ഇങ്ങനെ പറയുന്നത്, ഒരു അഭിഷേകത്തിന്റെ നിറവ് ഈ കാലഘട്ടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെതാ ചിലത് നമ്മുടെ ഉള്ളിൽ കടക്കാതെ വണ്ണം, നമ്മളിലുള്ള ചില അഭിഷേകം പുറത്തു പോകാതെ വണ്ണം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഹല്ലേലൂയ ഒരു അഭിഷേകത്തിന്റെ നിറവിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. ഈ നാളുകളിൽ ആ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ നോഹയോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തത് കാരണത്താൽ നോഹയുടെ കുടുംബം എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. ലോകത്തിലുള്ള സകലതും നശിച്ചു പോയപ്പോൾ, തകർന്നു പോയപ്പോൾ ഹല്ലേലൂയ അവനും അവന്റെ ഭവനവും രക്ഷ പ്രാപിച്ചെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട്. ഇന്ന് രാത്രിയിൽ ജൂബി എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന ദൈവദാസിയോട് കർത്താവ് പറയുന്നു, ഒരു അഭിഷേകത്തിന്റെ നിറവ് ഈ ദിവസങ്ങളിൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഇതുവരെയുള്ള അഭിഷേകമല്ല, ഹല്ലേലൂയ ഇതുവരെയുള്ള ഒരു അഭിഷേകമല്ല, ഇനി അങ്ങോട്ട് ദൈവത്തിന്റെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം ഇടയാക്കട്ടെ. ചില കൃപാവരങ്ങളെ കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെയായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കൃപകളെ കൊണ്ട് ദൈവം ഈ നാളുകളിൽ നിറയ്ക്കും. ഈ 2026 ഒരു വ്യത്യസ്ത അനുഭവത്തിലേക്ക്
ജീവിതത്തിനെ കൊണ്ടുപോകും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിരവധിയുണ്ട്. പലപ്പോഴും വാഗ്ദത്തങ്ങൾ കേട്ടവളാ, ഹല്ലേലൂയ, എന്നാൽ പലതൊക്കെ പ്രാപിച്ചു, പലത് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഒന്ന് ഉയർന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഈ നാളുകളിൽ മുഴങ്കാലുകളെ മടക്കുമെങ്കിൽ, ഈ ആരംഭത്തിന്റെ നിമിഷങ്ങളിൽ, ഈ വർഷത്തിന്റെ ആരംഭ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ, ചില തീരുമാനത്തോടെ, ചില പ്രതിഷ്ഠയോടെ ആയിരിക്കുമെങ്കിൽ ദൈവം ചിലതൊക്കെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ചില നന്മകളെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. അനേക കഷ്ടങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പല രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അതിൽ നിന്നൊക്കെ വിടുവിച്ച് ദൈവം ഇന്ന് രാത്രി കാലമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. പലപ്പോഴും കണ്ണുനീരൊഴുക്കിയ രാത്രികളുണ്ട്. ഹല്ലേലൂയ. നിരാശയോടെ, ഭാരത്തോടെ, കർത്താവേ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് കഴിയുകയില്ല ദൈവമേ. ഹല്ലേലൂയ. പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന സന്ദർഭങ്ങളെ കർത്താവ് കാണുകയാണ്. ഇന്ന് രാത്രികാലം അതിനൊക്കെ മറുപടി തരുന്ന ഒരു രാത്രിയാ. ദൈവപാദപീഠത്തിൽ ഒരു തീരുമാനത്തോടെ ഈ ദിവസങ്ങളിലായിരിക്കണം. ഹല്ലേലൂയ. ഇതുവരെ ആരാധിച്ചതുപോലെയല്ല, ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശൈലി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ രീതി മാറട്ടെ. ഹല്ലേലൂയ. ആത്മീയ അന്തരീക്ഷം മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു ശക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ മകളുടെ ശിരസിന്മേൽ കർത്താവിന്റെ കാരം തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയ. ഹല്ലേലൂയ. ലോകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായവനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാം അനുസരിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിനോട് യാഗം കഴിക്കാൻ പറഞ്ഞ എന്ത് ചെയ്ത്? അബ്രഹാം തന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. അത് അവന്റെ ജീവിതത്തിൽ എന്താ? അവൻ കാണിച്ച വിശ്വസ്തത അവന്റെ ജീവിതത്തിൽ നീതിയായി ദൈവം കണക്കിട്ടു. ഹല്ലേലൂയ. നമ്മളൊരു അനുസരണം എന്ന് പറയുമ്പോൾ ആ പറയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യുന്നത്? അനുസരണം കാണിക്കുന്നത്. അവിടെ നമ്മുടെ വിശ്വാസത്തെയാണ് ഉയർത്തി കാണിക്കുന്നത്. നമ്മളൊരു കാര്യം അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയാണ് അവിടെ ഉയർത്തുന്നത്. അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിനോട് 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം ഇറങ്ങി പുറപ്പെടാൻ പറയുന്നത്. എന്ത് കണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടെ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരൊറ്റ വാക്കിന് മുമ്പിൽ ഹല്ലേലൂയ കർത്താവിനെ വിശ്വസിച്ച് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു ആ വാഗ്ദത്ത നാട് പ്രാപിക്കാനായിട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ അങ്ങനെയാ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിൽ വിശ്വസിച്ച നമ്മൾ ആ വിശ്വാസം നമുക്ക് തകർന്നു പോകരുത്. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ഹല്ലേലൂയ ചില നന്മകളെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നന്മകളെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു അളവിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാനും ദൈവത്തിന്റെ നന്മകളെ പ്രാപിപ്പാനും അവന്റെ ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും എന്ത് ചെയ്യണം? നമ്മൾ ഹല്ലേലൂയ അനുസരിക്കുന്നവരായി തീരണം. അത് നമ്മൾ വചനത്തെ അനുസരിക്കാതിരുന്നാൽ അതിനെന്തുണ്ട്? ശിക്ഷയുണ്ട്. ഹല്ലേലൂയ. വചനം അനുസരിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചില്ലെങ്കിൽ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ഒന്നാമത് നമ്മൾ വചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശാപം കടന്നു വരും. ആവർത്തന പുസ്തകം 11-28 വാക്യത്തിൽ ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. ഹല്ലേലൂയ. അനുസരണക്കേടിനുള്ള ഒന്നാമത്തെ ശിക്ഷയാണ് ശാപം. രണ്ടാമത്, ദൈവത്തിന്റെ കൈ വിരോധമായി വരും. 1 ശമൂവേൽ 12:15. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചില്ല എങ്കിൽ കർത്താവ് നമ്മെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. 1 ശാപം, 2 ദൈവത്തിന്റെ കരം നമുക്ക് വിരോധമായി വരും. ദൈവത്തിന്റെ കരം എന്ന് പറയുമ്പോൾ ഒത്തിരി ബൈബിളിൽ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, അവന്റെ ഭുജം നമ്മെ താങ്ങുന്ന ഭുജമാ. അതൊന്നും നീങ്ങിപ്പോയാൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കരം പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ.
കർത്താവിന്റെ കരം നമ്മെ വിട്ട് നമുക്ക് വിരോധമായി എഴുന്നേറ്റാൽ നമുക്ക് നിലനിൽപ്പില്ല. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്തവർക്ക് എന്ത് ചെയ്യും? ദൈവത്തിന്റെ കരം വിരോധമായി വരും. മൂന്നാമതായി, രാജ്യത്വം നിന്റെ കയ്യിൽ നിന്നും പറിച്ചെടുത്ത് കൊടുക്കും. 1 ശമൂവേൽ 28:17-18 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശൗലിന്റെ രാജ്യത്വത്തെ എടുത്ത് എന്ത് ചെയ്തു? ദാവീദിന് കൊടുത്തു. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം, നമ്മുടെ നന്മ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പിശാച് അപഹരിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. ദൈവം അത് നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയും. നമ്മളോട് അരുളി ചെയ്ത വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ പോകും. നമ്മൾ കേട്ടിട്ട് നമുക്കത് ലഭിക്കുമെന്ന് പറഞ്ഞ് മിണ്ടാതെ കൈയും കെട്ടി ഇരുന്നാൽ ഹല്ലേലൂയ കാര്യം നടക്കത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അപ്രകാരം കൽപ്പനകളെ അനുസരിച്ച് ആ കേട്ട വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയെങ്കിലേ ഹല്ലേലൂയ അത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. നാലാമതായി, യഹോവയെ അനുസരിക്കാത്ത ജാതിയെ പറിച്ച് നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. ഉന്മൂലനാശമാക്കി തീർക്കും. ഹല്ലേലൂയ. യിരെമ്യാവ് 12:17 പറയുന്നു, അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഞാൻ ജാതിയെ പറിച്ച് നശിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കേട്ടനുസരിക്കാത്തവരെ തകർത്ത് കളയും. ഹല്ലേലൂയ. നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പിന്മാറി പോകുന്നവരെ ഓർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറയുന്നത്. അതുപോലെ ഈ വക നിമിത്തം ദൈവകോപം എന്ത് ചെയ്യും? അനുസരണം കെട്ടവരുടെ മേൽ വരും. എഫേസ്യർ 5:6 പറയുന്നു, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരും. ഏത് വകയെന്ന് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, അങ്ങനെ പല കാര്യങ്ങൾ അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കോപം കടന്നു വരും. അപ്പം ദൈവത്തിന്റെ കൽപ്പനകളെ അവന്റെ വചനങ്ങളെ അനുസരിക്കാതെ പോകുന്നവരുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കും. അതുപോലെ എബ്രായർ 2:2 ഇങ്ങനെ കാണുന്നു, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കും. അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കും. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇതിനൊന്നും ശിക്ഷയില്ലെന്ന്. എന്നും ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആരും ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റിനും നമ്മൾ അറിഞ്ഞിട്ട് പാപം ചെയ്യുന്നില്ല. വിശ്വാസികളാണെങ്കിൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പാപം ചെയ്യുന്നത് അവർക്ക് ഏറെ ശിക്ഷ കിട്ടുമെന്ന്. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ആയിരിക്കല് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലേക്ക്. അതുപോലെ 2 തെസ്സലോനിക്കർ 1:7 പറയുന്നു, യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുന്ന സമയം. ഹല്ലേലൂയ. യേശുവിന്റെ സുവിശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഈ ഇന്ത്യയിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് സുവിശേഷത്തിനെതിരായി എഴുന്നേറ്റിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും പ്രാർത്ഥിക്കേണ്ട സമയങ്ങളായി. ദിനങ്ങളിൽ വളരെ പ്രതികൂലങ്ങൾ സുവിശേഷത്തിനെതിരായി, ദൈവമക്കൾക്കെതിരായി വളരെ പ്രതികൂലം. കേരളത്തിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിലും പക്ഷെ ഇപ്പം തലപൊക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാ. ദൈവമക്കളുടെ ജീവിത രീതിയും ഹല്ലേലൂയ, ദൈവമക്കൾ എന്ന് പറയുന്നവർ കാണിക്കുന്ന രീതികളെ കണ്ടു കഴിഞ്ഞാൽ ദൈവം പിന്നെ ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രതികൂലം ജീവിതത്തിൽ വന്നെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു ഭയം വരത്തുള്ളൂ, ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കത്തുള്ളൂ. സുവിശേഷം അനുസരിക്കാത്തവർക്ക് എന്തുണ്ട്? പ്രതികാരം കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ആ ന്യായവിധി ദിവസത്തിന് വേണ്ടിയാ ഹല്ലേലൂയ കർത്താവായിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ന്യായവിധിയിലേക്ക് നമ്മൾ കടക്കാതിരിക്കണമെങ്കിൽ, ആ ന്യായവിധിയിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവിക വചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ എന്റെ സാക്ഷ്യത്തെ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ വളരെ ചുരുക്കമായി എളുപ്പത്തിൽ പറയാം. ഹല്ലേലൂയ. എന്റെ വീട്ടില് ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങള് മർത്തമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നേ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നവരാണ്. വിശ്വാസത്തിൽ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എൻ്റെ പപ്പ ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ വലുതായിട്ടൊന്നും മദ്യപിച്ച് അങ്ങനെ ബഹളം ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ എങ്കിൽ ഒരു പെഗടിച്ചാൽ പോലും പപ്പയും ഭയങ്കര ഓവർ സംസാരം. അപ്പം അത് ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു വിശ്വാസ ഭവനമുണ്ട്. ഞങ്ങൾ തൊട്ടപ്പുറം ഒരു ഭിത്തിക്ക് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അവിടെ ചർച്ചിലെ പാസ്റ്റർ അവിടെ എന്ന് വരുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലും കയറി പ്രാർത്ഥിക്കും. ദൈവദാസൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കലെ ഒരു ദിവസം എൻ്റെ ചേട്ടത്തി എന്ത് ചെയ്ത് ചർച്ചിൽ ഒരു മീറ്റിങ്ങിന് പോയി. പിറ്റേ ആഴ്ച തൊട്ട് ഞങ്ങൾ എല്ലാവരും ചർച്ചിലെ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. അപ്പം മമ്മി വിചാരിച്ചു പപ്പാടെ മദ്യപാനം മാറുമല്ലോ പോയി കഴിഞ്ഞാൽ. ആ ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെ വിശ്വാസത്തിലായി. പപ്പായ്ക്ക് എതിർപ്പൊന്നുമില്ല ഞങ്ങൾ പോകുന്നതിന്. പാസ്റ്ററെ വലിയ കാര്യമാണ് പപ്പായ്ക്ക്. പാസ്റ്റർ ഒന്ന് എപ്പോഴും ഇങ്ങനെ പറയും. ഇപ്പോഴും വീട്ടിൽ വരുവാ പാസ്റ്റർ.
അപ്പം പുള്ളിയോട് ഭയങ്കര സ്നേഹമായിരുന്നത് കൊണ്ട് എതിർത്തൊന്നും പറയത്തില്ല. എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാലും അപ്പൊ ആ വീട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെ വഴക്ക് ബഹളമൊന്നുമില്ല. മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ പപ്പ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടും. ഒരു മദ്യപിക്കുമെങ്കിലും പപ്പയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധന. തല പോയാലും കള്ളം പറയത്തില്ല, അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല, അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി. അപ്പൊ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. പപ്പ ഒരു മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് പെൻഷൻ ആകുന്ന വരെ കഷ്ടിച്ച് 16 വർഷം നിന്നിട്ട് പറഞ്ഞു എൻ്റെ മമ്മിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പുള്ളിക്കാരൻ അത് റിസൈൻ ചെയ്ത് പോരുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെ സമയത്തൊന്നും ഇങ്ങനെ അധികം ശമ്പളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടം ഇപ്പം അങ്ങനെയല്ല. പെൻഷനൊക്കെ ആണെങ്കിൽ നല്ല ഇതാ മിലിറ്ററിക്കാർക്ക്. ഇപ്പൊ പപ്പയ്ക്ക് അത്രയും കിട്ടുന്നുണ്ട്. എന്നാൽ അന്നത്തെ ഒരു സമയത്ത് അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നപ്പോൾ ഏകദേശം 80-ലൊക്കെ ആ സമയത്തൊക്കെ എൻ്റെ ചെറുപ്രായത്തിലാണ് പപ്പ പോരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ ചർച്ചിൽ പോവുകയും ആരാധനയ്ക്കൊക്കെ കൂടുകയും ഞങ്ങളുടേതായ രീതിയിൽ ആത്മീയമായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പപ്പയും വരത്തില്ല, പക്ഷെ പ്രെയറൊക്കെ നടത്താനൊന്നും തടസ്സമൊന്നുമില്ല. ഭവനത്തിൽ പ്രെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിലും പുള്ളിക്കാരനോട്ട് വിട്ടു വരത്തില്ല. ഈ പുകവലിയും മദ്യപാനവും നിർത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം വരത്തില്ല. അങ്ങനെ ഞങ്ങൾ ആത്മീയത്തിൽ ഇങ്ങനെ പോയി. ചേട്ടത്തിയുടെ പപ്പ പിന്നീട് ഗൾഫിൽ പോയി. പിന്നെ കുറച്ച് പ്രതികൂലമൊക്കെ വന്നു. ഞങ്ങൾക്ക് കുറെ സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നു. ഒരു മിലിറ്ററിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി എടുത്തു. ആ വണ്ടി ഓടിച്ചായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് കാരണത്താൽ ആ വണ്ടി മുഖാന്തരം ഞങ്ങൾക്ക് കുറെ സാമ്പത്തിക ബാധ്യതകൾ വന്നു കഴിഞ്ഞപ്പം പപ്പ പിന്നെ ആ വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഗൾഫിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് മാറി. എങ്കിലും ഞങ്ങൾ ആ ചർച്ചിൽ തന്നെ ആരാധനയ്ക്ക് പോയി. ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്ന 2.5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു വേണം ഞങ്ങൾ ബസ് കയറുന്നിടത്ത് വരണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ ആദ്യം സഭായോഗത്തിൽ വരുന്നത് എൻ്റെ മമ്മിയാണ്. അവിടെ സൺഡേ സ്കൂളിൽ ചെല്ലുന്നത് ഞങ്ങൾ 2.5 കിലോമീറ്റർ നടന്ന് പിന്നെ ബസ് കയറി ഞങ്ങൾ ആരാധനയ്ക്ക് ആ ചർച്ചിൽ പോകുമായിരുന്നു. കർത്താവിനെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത് വിശ്വാസത്തിൽ ആ വിശ്വസ്തയോടെ ഇന്നും നിലനിൽക്കുന്നു. ദൈവം ഞങ്ങളെ അങ്ങനെ നടത്തുന്നു. മർത്തോമായിലായിരുന്നെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ മമ്മിയുടെ അപ്പച്ചനാണെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. പക്ഷേ പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ ഞങ്ങളെ ആ രീതിയിൽ മമ്മിയുടെ വീടിനോട് ചേർന്നായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പപ്പയുടെ വീടെന്ന് പറയുന്നത് വടശ്ശേരിക്കരയാണ്. പക്ഷെ ഞങ്ങൾ അവരുമായിട്ട് വലിയ ടച്ചില്ലെങ്കിലും ഇവിടെ മമ്മിയുടെ വീടുമായിട്ട് അങ്ങനെ ആയതുകൊണ്ട് അപ്പച്ചന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വൈകിട്ടാണെങ്കിലും 2 പാട്ട് ആദ്യം പാടും, പിന്നെ ബൈബിള് വായിക്കും, പിന്നെ ഒരു പാട്ട് പാടും, പിന്നെ പ്രാർത്ഥിക്കത്തുള്ളൂ. അതേ തന്നെ രാവിലെ ഞങ്ങളെ കൊച്ചു പരുവത്തിൽ ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് ഉറങ്ങിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. മർത്തോമായി പോകുമ്പോഴും അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ഒരു ആത്മീയ ചിട്ടയിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. എങ്കിലും നമുക്ക് ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങളോ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ആ മർത്തോമയുടെ ആ രീതിയിൽ പോവുകയായിരുന്നു. സത്യം എന്തുവാണെന്ന് എല്ലാവർക്കും അറിയാലോ. എങ്കിലും എല്ലാവരും ആ പാരമ്പര്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോകാനുള്ള ഒരു കുഴപ്പം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ വന്നെങ്കിലും പിന്നെ ഞങ്ങൾ ആ മറ്റ് സ്ഥലത്ത് താമസമായി. അത് കഴിഞ്ഞതിന് ശേഷം പപ്പ അവിടെ ആയിരുന്നപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയുടെ വിവാഹം നടത്തിയത് പക്ഷെ ഓർത്തഡോക്സിലാണ് നടത്തിയത്. ബന്ധുക്കോസിലായിരുന്നെങ്കിലും അവിടെ നേഴ്സിംഗ് ഒക്കെ പഠിച്ചു. യുപിയിൽ പോയി നേഴ്സിംഗ് പഠിച്ച് നേഴ്സിംഗിൻ്റെ കോഴ്സ് തീർന്ന വർഷത്തിൽ തന്നെ വിവാഹം നടത്തുവാൻ കാരണം എൻ്റെ അപ്പച്ചൻ്റെയൊക്കെ റിലേഷനിൽ തന്നെയുള്ള ഒരു ആൾക്കാരാണ് അവർ, ചേട്ടൻ്റെ വീട്ടുകാർ. അപ്പം അവരുടെ അമ്മ വിശ്വാസത്തിലാണ് പോകുന്നത്. അപ്പൊ അവർക്ക് ഒരു വിശ്വാസിയായി പൈതലിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ വിവാഹം നടത്തിയെങ്കിലും ഇന്നും വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരാധനയ്ക്കൊക്കെ ആണെങ്കിൽ പ്രാർത്ഥന മീറ്റിങ്ങുകളൊക്കെ സംബന്ധിക്കുന്നുണ്ട്. പിന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ അവരുടെ ചർച്ചയിലൊക്കെ പോകേണ്ടി വരും. അങ്ങനെ പോകുന്നുണ്ട്. എങ്കിലും ഈ വിശ്വാസം വിട്ടു പോയിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എൻ്റെ ചേട്ടത്തിൻ്റെ വിവാഹം കഴിഞ്ഞു, കുഞ്ഞുണ്ടായി. ഒരു 4 മാസമായപ്പോൾ എൻ്റെ മമ്മി പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഞങ്ങൾക്കത് വളരെ വലിയൊരു നഷ്ടമായി തീർന്നു എന്ന് വേണം ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ. വളരെ വിഷമമാണ്. വർഷങ്ങളായി 23 വർഷത്തോളമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ട്. വളരെ പെട്ടെന്ന് അവളെ കൊണ്ട് അവരുടെ വീട്ടിലാക്കിയതിന് ശേഷം തിരിച്ചു വന്ന രാത്രിയിൽ പെട്ടെന്ന് അറ്റാക്ക് വന്നു. ബുദ്ധിമുട്ട് എന്തോ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നേ. അപ്പം ഇങ്ങനെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഇവളെ അപ്പോൾ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് മമ്മിയെ അവളെ അവരുടെ വീട്ടിൽ വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്ന രാത്രിയിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുകയായിരുന്നു. വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു ജീവിതത്തെ ഞങ്ങൾക്ക് സംഭവിച്ചു. വളരെ വലിയൊരു നഷ്ടമായി പോയി ഞങ്ങൾക്ക്. മുന്നോട്ട് അങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. അവളുടെ മാത്രം വിവാഹം കഴിഞ്ഞ് എൻ്റെ സഹോദരൻ ഒന്ന് പഠിക്കുന്നേ ഉള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഞാൻ
പഠിച്ചിട്ട് ഞാൻ UP-യിൽ ജോലിക്ക് വേണ്ടി പോയ എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് ഞാൻ പഠിച്ചത്. ഞാൻ അങ്ങനെ അവിടെ ആയിരുന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ അന്നൊക്കെ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു, മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് അത്രത്തോളം ആത്മീയമായിട്ടുള്ള ഒരു ഇതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രതികൂലം കടന്നു വന്നു. നമുക്ക് നമ്മളൊരു മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ അതറിയത്തുള്ളൂ. നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില നമുക്ക് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുവാൻ ആരൊരു പിതാവിനോട് പറയുന്നതിന് നമുക്കൊരു പരിധിയുണ്ട്. പിതാവ് ഒന്നാമത് വിശ്വാസത്തിലല്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് മമ്മിയുടെ മരണം കഴിഞ്ഞ് പിറ്റേ വർഷത്തില് എൻ്റെ വിവാഹം നടത്തി പപ്പ പെട്ടെന്ന്. പപ്പായ്ക്ക് പക്ഷേ അവളെ വിവാഹം കഴിച്ചതുപോലെ നടത്തണമെന്നായിരുന്നു. പക്ഷെ ഞാൻ വാശി പിടിച്ചു, എനിക്ക് വേണ്ടാന്ന്, എനിക്ക് ഒരു വിശ്വാസത്തിലുള്ളത് മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ എന്നെ ഇവിടെ കറ്റാനത്ത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ഇവിടെ 3 പേരെ മൂത്ത ആളാണ് എന്നെ വിവാഹം കഴിച്ചത്. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതികൂലം എന്തുവാ, പ്രതിസന്ധി എന്തുവാന്ന് ഞാൻ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ കഷ്ടത എന്തുവാണെന്ന്, ഹല്ലേലൂയ, തീച്ചൂളയുടെ അനുഭവം എന്തുവാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഹല്ലേലൂയ, അനേക കഷ്ടങ്ങൾ, അനേക പ്രതികൂലങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ, വിവാഹത്തിന് മുമ്പ് ജോലി ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം തിരിച്ച ജോലിക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല, ജോലി നഷ്ടപ്പെട്ടു പോയി. അപ്പം മുന്നോട്ട് ഞങ്ങൾക്ക് പോകുവാൻ ഒരു നിവൃത്തിയില്ല. എവിടെയാണെങ്കിലും അധികം സാമ്പത്തികം ഒന്നുമില്ല. ഇവരുടെ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം പപ്പയൊന്നും നോക്കിയില്ല. 3 ആൺകുട്ടികളാണല്ലോ എന്ന് മാത്രം നോക്കിയുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ പേരിലും പിന്നെ ഞങ്ങളുടെ ദേവദാസൻ പറഞ്ഞതിന്റെ പേരിലും പപ്പ അത് സമ്മതിച്ചതാ. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നെങ്കിൽ ഇവിടെ അധികം ബാധ്യതകളും അങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ചുരുക്കി പറയാണ്. പിന്നെ മോനുണ്ടായി. മോനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുവാനും ഒന്നും ഒരു സാമ്പത്തികം ഞങ്ങളുടെ മുമ്പിലില്ല. സത്യം പറഞ്ഞാൽ സ്തോത്രകാഴ്ച ഇടാൻ പോലുള്ള ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഇല്ലായ്മയൊന്നും പറയുകയല്ല, കർത്താവിനെ നടത്തിയ വിധം പറയുക. ഹല്ലേലൂയ, ദൈവം എന്നെ മാനിച്ച വിധം ഞാൻ നിങ്ങളോട് പറയുക. അത് ഞാൻ പറയാതിരുന്ന ദിവസരതിയിൽ ഞാൻ ചെയ്യുന്ന തെറ്റാ. അത്രമാത്രം പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പം ഞങ്ങൾക്കവിടെ സ്തോത്രകാഴ്ച ഇടുമ്പോഴെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ട് ചെന്നിടണമെന്ന് ദൈവദാസൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ചോദിച്ച പപ്പയുടെ ഒക്കെ ചോദിച്ചാലേ തരും. പക്ഷെ നമുക്ക് അതിനൊരു മര്യാദയില്ല, നമ്മൾ ചോദിക്കും. അപ്പം ഞാൻ സത്യത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് വെളിയിൽ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് അത് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് ആ സമയമാകുമ്പോൾ ഞാൻ പുറത്തു പോയിരുന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ കാണിക്കുവാനൊന്നും പറ്റാത്തൊരു 5 മാസം വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല. 5-ാം മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠതി അപ്പോഴും എന്നോട് പൈസ തന്നിട്ട് പറഞ്ഞു നീ കൊണ്ട് കാണിക്കെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ. ദൈവം അവിടെയൊക്കെ ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി നടത്തി. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. ഹല്ലേലൂയ, മോനുണ്ടായി 20-ാമത്തെ ദിവസം ഹസ്ബൻഡ് വീണ്ടും ജോലി കിട്ടി അബുദാബിയിലേക്ക് കടന്നു പോകാനൊക്കെ ഉണ്ട്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ, ഞാൻ ഒരു മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ ഒന്നുമില്ല. എൻ്റെ മോനെ നല്ല ആരോഗ്യമുള്ള ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് ദാനം ചെയ്തു. ഹല്ലേലൂയ, ദൈവം അവനെ വളർത്തി വലുതാക്കി. ഒരു മോളും ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞ് 2013 വരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ജോലിയൊക്കെ ഉണ്ടായിരുന്നു, സന്തോഷമായി മുന്നോട്ട് പോയി. അതുപോലെ ഞങ്ങളുടെ വീട്ടില് ഇവിടെ കുടുംബത്തില് ഞങ്ങൾക്ക് ചർച്ചുണ്ട്. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഞങ്ങൾ കാലെടുത്ത് വെക്കുന്ന ചർച്ചിലോട്ടാണ്. ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചായിട്ടായിരുന്നു ഇതുവരെ നിന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ IPCയോട് ചേർന്ന് അങ്ങനെയായിരിക്കുന്നു. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥന. പക്ഷേ ആ ചർച്ച ഇവിടുത്തെ പ്രതികൂലങ്ങൾ പറയുവാണെങ്കിൽ ഇന്ന് രാത്രി മൊത്തം പറഞ്ഞാൽ തീരത്തില്ല, അത്രമാത്രമുണ്ട്. അപ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അത്ര ബുദ്ധിമുട്ട് വരുവാൻ കാരണം ചുറ്റുപാടുകളെല്ലാം ഞങ്ങൾക്കെതിരായിട്ട് വന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ ചുറ്റുപാട് താമസിക്കുന്നവരെല്ലാം ഹിന്ദു വിശ്വാസത്തിലുള്ളവരെ നായന്മാരൊക്കെയാണ്. അപ്പൊ അവിടെ ഞങ്ങളെ ഹോളിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. ചെറിയൊരു ഇടവഴി മാത്രമേ ഉള്ളൂ നടന്നു പോകാൻ. നമ്മൾ പൈസ കൊടുത്തിട്ട് തരാൻ പറഞ്ഞ പോലെ അവർ തരത്തില്ല. അങ്ങനെ അവർ പിടിച്ചു വെച്ചിരിക്കുക, ഞങ്ങളെ വിടത്തില്ല എന്നുള്ള ഒരു വാശിയിൽ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. അവിടെ ഒരു ചെറിയ ഷെഡ് പോലെ അടിച്ചായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. എൻ്റെ വിവാഹം നടക്കുമ്പോൾ അങ്ങനെയായിരുന്നു, വാടക വീട്ടിൽ വെച്ച് വിവാഹമൊക്കെ നടന്നത്. ആ ഭവനമില്ലാത്തടത്ത് കർത്താവ് 2008 2003 എൻ്റെ വിവാഹം നടക്കുന്നത്. 2008 ഞങ്ങൾ പ്രാർത്ഥിച്ച് 2008 അവിടെ ഒരു മനോഹരമായ ഭവനം വെക്കുവാൻ ദൈവം കൃപ ചെയ്തു. അവിടെ ഞങ്ങൾക്ക് വഴിയില്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസത്തിൽ കാർ പോർച്ച് പണിതു. ഹല്ലേലൂയ, ഞങ്ങൾ 2008 അവിടെ താമസമായി. അതിനുശേഷം അതിനു മുമ്പ് അവർക്ക് ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുറ്റുപാടെല്ലാം കേസും വഴക്കും.
ഭയങ്കരമായ ബഹളങ്ങളൊക്കെ നടത്തി എല്ലാവരും. പക്ഷെ ആ പ്രതികൂലത്തിലൊന്നും ഞങ്ങൾ പതറിപ്പോയില്ല, പിടിച്ചു നിന്നു. ദൈവം ഞങ്ങളെ നിർത്തി. ഇന്ന് ഞങ്ങൾക്ക് വാഹനം ഞങ്ങളുടെ മുറ്റത്താണ് പാർക്ക് ചെയ്യുന്നത്. ചർച്ചിൽ വരുന്നവരെല്ലാം വാഹനം പാർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ മുറ്റത്താണ്. ഹല്ലേലൂയ. അത്രമാത്രം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, മാനിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയൊന്നും മാത്രം ഒരു പുകഴ്ചയും പറവാനില്ല. അപ്പൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ വിശ്വസ്തമായി നമ്മൾ നിന്നാൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. 2013 പ്രിയപ്പെട്ടവന് ഞങ്ങൾ അവിടെ വഴിയില്ലാത്ത കാരണത്താൽ ഞങ്ങളിവിടെ 2012 ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലം വാങ്ങി. 8 സെന്റ് സ്ഥലം ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചു. വഴിയുള്ളിടം വേണ്ടി. ഞങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിലും ഞങ്ങൾ റോഡിലായിരുന്നു അന്ന് വണ്ടി ഇടുന്നത്. ഇവിടെ കാറുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണത്താൽ റോഡിലായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. മെയിൻ റോഡിൽ സൈഡിൽ ഒതുക്കി വണ്ടി ഇടുമായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു വഴിയുള്ള സ്ഥലം ഇനി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ച് 2012 വാങ്ങിച്ചു. 2013 ആ ജോലി നഷ്ടമായി. അവിടെയും പ്രതിസന്ധി കടന്നു വന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്തപ്പോഴാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നത്. വെറും 50,000 രൂപ ഉള്ളപ്പോൾ അഡ്വാൻസ് കൊടുത്തു. ഈ സ്ഥലത്തിന് ഏകദേശം ഞങ്ങൾക്ക് 20 ലക്ഷം രൂപ മുകളിൽ അന്നത്തെ സമയത്തായി 2012 അത്രയും രൂപയോളമായി. ഞങ്ങൾ ലോണും കൂടെ എടുത്താണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്നത്. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പണമില്ലാതെ ലോണും ശരിയാവാൻ ഒത്തിരി ബുദ്ധിമുട്ട് വന്നെങ്കിൽ കർത്താവ് അവിടെ എല്ലാം ഞങ്ങളെ സഹായിച്ചു. 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വസ്തു എഴുതാനും ഈ സ്ഥലം തന്നു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ നിൽക്കുക, പിന്നെ ജോലിയില്ല, പിന്നെ പ്രതിസന്ധി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെയും മസ്കറ്റിലേക്ക് പോകുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യും. അങ്ങനെ മസ്കറ്റിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളത് വീടിന്റെ പണി തുടങ്ങാമെന്ന് പറഞ്ഞ് ഇതിന് ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ആ ജോലി നഷ്ടമായി. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്ക് പ്രതികൂലം. ഹല്ലേലൂയ. നിൽക്കാൻ പറ്റാത്ത പ്രതികൂലം. ഇനിയുള്ള കാര്യമാണ് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 8 വർഷക്കാലം നീണ്ട 8 വർഷക്കാലം ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് യൂബർ ഓടിക്കുവാനായിട്ട് എറണാകുളത്ത് പോയി വണ്ടിയൊക്കെ എടുത്ത് യൂബർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 8 വർഷം ഈ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2023 ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വൈകുന്നേരത്ത് നമ്മൾക്ക് വീടില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നമില്ലെങ്കിലും എന്ത് ചെയ്യുക, നാട്ടുകാർക്ക് നമ്മുടെ ബന്ധുക്കാർക്കോ പ്രശ്നം. ഹല്ലേലൂയ. ഒന്നുമില്ലെന്ന് പറഞ്ഞ് എപ്പോഴും നിന്നേയും പരിഹാസവും. ഇതുവരെ അധ്വാനിച്ചിട്ടൊന്നുമില്ല. മറ്റുള്ളവർ വീട് വെക്കുമ്പോൾ അവർ കൊണ്ടോ വെച്ചു. ആ ഒരു കുത്തുവാക്കുകൾ കേട്ട് സത്യം പറഞ്ഞ മടുത്തു. കണ്ണീരൊഴുക്കാത്ത ഒരു രാത്രി പോലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ അവിടെയൊക്കെ ദൈവം ഞങ്ങളെ നിർത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. വൈകുന്നേരം റൂമിലിരിക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പഠിക്കുകയായിരിക്കും. ആ സമയത്ത് ഞാൻ അവിടുന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രീതി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കും. ബൈബിൾ തുറന്നു നോക്കുന്നുണ്ടെങ്കിൽ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്ന വീടുകളെ പണിയുവാൻ സമയം എടുത്തിട്ടില്ല. ആ ഒരു വചനം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനം അതാ. യെഹെസ്കേൽ 11:3 ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കർത്താവേ ഇനി വീടൊന്നും നീ എന്താ പണിയുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ 2024 ആയപ്പോഴത്തേക്ക് ഭയങ്കരമായ പ്രതിസന്ധികൾ. കൂട്ടുകുടുംബമാകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു. എല്ലാവരോടും ഒന്നിച്ച് താമസിക്കുന്നു പറഞ്ഞേ. അനിയനൊക്കെ വിവാഹം കഴിച്ചു. അവർക്ക് കുഞ്ഞുങ്ങളായി. അപ്പം രണ്ടാമത്തെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. രണ്ടാമത്തെ അനിയന് വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു. 13 വർഷം തലമുറകളില്ലാതെ ഭാരപ്പെട്ടെങ്കിലും 13ാമത്തെ വർഷം കർത്താവ് 2 കുഞ്ഞുങ്ങളെ നൽകി. ഒരു മരുന്നും ചെയ്തിട്ടല്ല, വിശ്വാസത്തെ പ്രാർത്ഥിച്ചു. അവൾ മാത്രമേ അവളുടെ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അവര് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതെങ്കിലും അവള് വിവാഹം കഴിക്കുവാൻ വേണ്ടി സ്നാനപ്പെട്ടെങ്കിലും പക്ഷേ അവൾ ദൈവസന്നിധിയിലേക്ക് തലമുറയില്ലാതെ വന്നപ്പോൾ ദൈവത്തിന്റെ പാതകത്തിലേക്ക് കൂടുതലായി അടുക്കുവാനിടയെ എന്നേക്കാൾ ഉപരിയായി എനിക്ക് തോന്നുന്നു അവൾ പ്രാർത്ഥിക്കാൻ, ദർശനങ്ങളെ കാണുകയും ഒക്കെ ദിവ്യ ആലോചനകളെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു അനുഭവത്തിലേക്ക് അവളുടെ ജീവിതം കടന്നു വന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതല സംഭവിച്ചത്. 2 തലമുറകളിൽ നിന്ന് 3 വയസ്സായി കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ദൈവം അവർക്ക് വേണ്ടി ദാനമായി നൽകി. ദൈവം ഞങ്ങളെ അങ്ങനെ അത്ഭുതകരമായി നടത്തുന്നത്. അത് ഞാൻ പറഞ്ഞ ചില പ്രതിസന്ധികളും ചില കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ പതറിപ്പോകരുത്. ദൈവം നമ്മെ മാനിക്കുവാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് എവിടെ പറഞ്ഞു നിർത്തിയ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വീട് വെക്കുന്ന ആ വീടിന് പണിയുന്ന കാര്യം, അല്ലെങ്കിൽ വീട് പണിയണ്ടെന്ന് പറയും. പക്ഷെ 2024 ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. എന്ത് വന്നാലും ശരി നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങാം. 1 രൂപ പോലും കയ്യിലില്ലാത്ത സമയത്താണ്. അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ ചേട്ടത്തിയോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീട് വെക്കാമെന്ന് വിചാരിക്കുക. ലോൺ എടുത്തായാലും വെക്കുക, എന്തായാലും ഒന്നുമില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആയാലും നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, വീട്ടിൽ പോലും പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ നമുക്കത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സാമ്പത്തികമില്ല.
ഞങ്ങൾ ചെറിയൊരു കട ഞങ്ങൾക്ക് വീടിനോട് ചേർന്നുണ്ട്. ആ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ സഹോദരങ്ങൾ എന്തെങ്കിലും തരുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇനി ഒരു ബാധ്യത നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കരുതെന്ന് പറയും. അത് കാരണത്താൽ ഞങ്ങൾ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, മറ്റൊരു മനുഷ്യരോടും പറയാതെ ഞങ്ങൾ തന്നെ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ആ ലോണ് ഞങ്ങൾക്ക് എല്ലാ പേപ്പറുകളും ബാങ്കിലെ മാനേജർ ഞങ്ങൾക്ക് അനുകൂലമായി നിന്ന്, ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി നിന്ന് ഞങ്ങൾക്ക് എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്ത് തന്നു. ലോൺ ഞങ്ങൾക്ക് സാങ്ഷനായി. ലോൺ സാങ്ഷനായി, ഫസ്റ്റ് ഗഡു സാങ്ഷനായപ്പോൾ എൻ്റെ ചേട്ടത്തി അവിടെ നിങ്ങളുടെ വിശ്വാസത്തിന് ഉറപ്പിന് വേണ്ടി ഞാൻ അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പം എൻ്റെ ചേച്ചിയോട് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ സാമ്പത്തികമില്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ഞങ്ങളോട് ആ പുള്ളി പറഞ്ഞത്, എൻ്റെ പേരെങ്ങും വെളിപ്പെടുത്തരുത്, ഞാൻ ആരാന്നും പറയരുത്. അതുകൊണ്ട് ഞാൻ പറയത്തില്ല ഒരിക്കലും. ഹല്ലേലൂയ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കിട്ടിയ നന്മ, എൻ്റെ അനുഭവം ഞാൻ എല്ലാവരോടും പറയും, പക്ഷെ ആരാന്ന് ഞാൻ പറയാറില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് ഒരു മാനമഹത്വം വേണ്ട, ഞാനാ ഇത് ചെയ്യുന്നതെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അത് കാരണത്തല്ലാണ് ഞാൻ പറയത്തത്. ആ വ്യക്തി ചെന്ന് അവളോട് പറഞ്ഞു. അവളും അങ്ങനെ അധികമൊന്നും പരിചയപ്പെട്ടില്ല, പക്ഷെ ആ ഇടയ്ക്ക് പുള്ളിയുമായിട്ട് പരിചയമായി. വിശ്വാസിയൊന്നും അല്ല കേട്ടോ, ക്രിസ്ത്യൻ ആണെങ്കിൽ തന്നെ നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസിയൊന്നുമല്ല. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഹല്ലേലൂയ. അപ്പം ഒരുപക്ഷെ നമ്മളെ വിശ്വാസികളാണെങ്കിൽ 100 പേരോട് പറയും, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് സാക്ഷ്യം അല്ല പ്രസംഗിക്കുന്നിടത്ത് മറ്റുള്ളിടത്ത് ചെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാത്ത ഒരു വ്യക്തി ഇന്ന് വരെയും ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങൾക്ക് കുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ആർക്കും അറിയത്തില്ല, എൻ്റെ സഹോദരങ്ങൾക്കും ഞങ്ങൾക്ക് മാത്രമേ വിഷയം അറിയത്തുള്ളൂ. പിന്നെ അങ്ങനെ ആ വ്യക്തി ചെന്ന് പറഞ്ഞു തരുമോ എനിക്ക്. അപ്പൊ ഇവിടെ തമാശ വേണം പറഞ്ഞു, എൻ്റെ അനിയത്തി വീട് വെക്കുന്നുണ്ട്, എന്നാ വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി അങ്ങ് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി. എന്ന് വെച്ചാൽ അവര് USA അപ്പൊ ഇത്ര സാമ്പത്തികം ഉള്ളവര് അനിയത്തി എങ്ങനെയാണോ ജീവിക്കുന്നത്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള അറിയത്തില്ലല്ലോ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും സഹോദരിക്ക് എന്താ വെച്ച് തന്നതല്ലെന്ന്. പക്ഷെ അവരവരുടെ ബുദ്ധിമുട്ട് ഏത് രാജ്യത്തായിരുന്നാലും എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരിക്കലും നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്ത് പറയും നമുക്ക് ഉള്ള ആ രീതിയിൽ ഞാൻ അങ്ങനെ ആരോടും പറയാറുമില്ല. എനിക്ക് എന്തെങ്കിലും നന്മ അവർ തന്നാൽ ഞാൻ സ്വീകരിക്കുമെന്നല്ലാതെ എൻ്റെ ഒരു ആവശ്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലല്ലാതെ ഞാൻ മറ്റൊരാളോട് പറയാറില്ല ഒരിക്കലും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ച് ഏത് വിഷയം ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോഴൊക്കെ ദൈവം എൻ്റെ ജീവിതത്തെ നടത്തി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാ, എനിക്കൊരു പുകഴ്ചയും പറയാനില്ല. ഇന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം ഒന്നും മിണ്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നീട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തു തരാം, നിങ്ങൾ പറ അവരോട് ലോൺ എടുക്കണ്ടെന്ന്. ഫസ്റ്റ് ഗഡു നമുക്ക് സാങ്ഷൻ ആയല്ലോ, അത് നമ്മൾ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ആ ലോൺ എടുത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു. ഹല്ലേലൂയ. വെറും 6 മാസം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമേ, ഞാൻ എത്ര ദൈവത്തിന് നന്ദി കരയറ്റിയേ പറ്റും. ഹല്ലേലൂയ. ഒരു പുകഴ്ചയും എനിക്ക് പറവാനില്ല. ദൈവപ്രവൃത്തി എത്ര വലിയതാ ദൈവമക്കളെ. നമ്മൾ നിരാശയുടെ പടുകുഴിയിൽ അകപ്പെട്ടു പോയാലും അവിടെ നിന്നും നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്തനുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവ് മാനിച്ചു, ഞങ്ങളെല്ലാവരും നിന്ദിച്ചു, എല്ലാവരും ഞങ്ങളെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. എന്നാൽ അവിടെ ദൈവം ഞങ്ങളെ ശ്രേഷ്ഠകരമായി മാനിച്ചു. ലോൺ എടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒരിക്കലും പുള്ളിക്കൂട് ഒന്നിനും സാമ്പത്തികം ഞങ്ങൾ ചോദിച്ചു. പക്ഷെ ഓരോ സമയത്തും അതിൻ്റെ പണികൾ ചെയ്യുമ്പോൾ ഞങ്ങളോട് പറയും, ഫോട്ടോ ഇട്ട് തരണം, വീഡിയോ ഇട്ട് തരണം. അങ്ങനെ ഞങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് കാണുമ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് കാശ് ഇട്ട് തരും. എങ്കിലും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ ലോണും കൂടെ ബാക്കി എടുത്തു തന്നെയാണ് ഞങ്ങളത് ചെയ്തത്. എങ്കിലും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാൻ തരുന്നുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അത് കാരണം ഞങ്ങൾ ഒന്നിനും ആവശ്യപ്പെടത്തില്ലായിരുന്നു. പക്ഷേ ഭവനം പടിഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ 2025 ജനുവരി 11 തീയതി ദൈവസന്നിധി പ്രതിഷ്ഠിക്കുവാനാണ് ദൈവം ഞങ്ങളെ സഹായിച്ചു. നിങ്ങൾക്കിവിടെ മാറി താമസിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. ജൂലൈയിൽ ഇതിന്റെ പണി ആരംഭിച്ചത്. പണി ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കട്ടള വെച്ചപ്പോൾ തന്നെ ഒരു വ്യക്തി, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു, നീ ഇത് പണിയാൻ വേണ്ടിയിട്ടാണോ ഇത് വെക്കുന്നതെന്ന്. എന്നുവെച്ചാൽ 8 വർഷം കൊണ്ട് ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ കിടക്കുക, ഞങ്ങൾ പണിഞ്ഞില്ലല്ലോ. അവർ വിചാരിക്കുന്നത് നമ്മൾ ഒരു ഇളക്കത്തിന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾക്കിത് പണിയാൻ പറ്റത്തില്ല, കട്ടള വെച്ച് അവിടെ കിടക്കുമെന്ന് ചിന്തിച്ച്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ എൻ്റെ ഹൃദയം ഭാരത്തോട് വിങ്ങിയപ്പോഴൊക്കെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. മനോഹരമായ ഒരു ഭവനം തീർക്കുവാൻ തക്കോണം 6 മാസം കൊണ്ട് കർത്താവ് ഇതിന്റെ പണികളെ പൂർത്തീകരിച്ചു. 2025 ദൈവം ഞങ്ങൾക്ക് ഇതിൽ താമസിപ്പാൻ ദൈവം കൃപ ചെയ്തു. അദ്ദേഹം കടന്നു വന്നു. ഞങ്ങൾ പറഞ്ഞു വരണം. വന്ന് ഭവനത്തിൽ അതിൻ്റെ തലേന്ന് വന്ന് പ്രാർത്ഥിച്ച്
ഞങ്ങളുടെ ഭവനത്തിൽ വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങി തന്നിട്ടാണ് പോയത്. ഹല്ലേലൂയ. ദൈവം അത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു. ഇന്നും കർത്താവ് അങ്ങനെ തന്നെ നടത്തുന്നേ. എൻ്റെ തലമുറകളെ ദൈവം അപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മകന് നഴ്സിങ്ങിന് 12th കഴിഞ്ഞപ്പോൾ നഴ്സിങ്ങിന് അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. ബാംഗ്ലൂരിൽ അവനെ വിടാൻ ആദ്യം വിചാരിച്ച് ഞങ്ങൾ ഒരു ഏജൻസിക്ക് പൈസയൊക്കെ കൊണ്ടു കൊടുത്തെങ്കിലും വിടാനുള്ള ഒരു താല്പര്യമില്ല. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവന് പോകാനും താല്പര്യമില്ല. അപ്പം ഞങ്ങൾ ദേവദാസനോ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഒരു ദേവദാസനോട് ആരോ ചോദിച്ചു, പറഞ്ഞു നാട്ടിൽ തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വിടാൻ ആഗ്രഹം കാണിക്കാത്തതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ വെളിയിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ ലക്ഷങ്ങളാ. അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ലോൺ എടുത്താലും നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ ഇടേണ്ടി വരും. പോക്കിന് വരവിനായാലും അങ്ങനെയുള്ള ചിലവുകൾ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. അത് കാരണം ഞങ്ങൾക്ക് നാട്ടിൽ ലഭിക്കണം. അങ്ങനെ ഞങ്ങൾ LBS അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ 6 അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ LBS എന്ത് ചെയ്തത്, അവരൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി കിട്ടത്തില്ല. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം പുതിയ നഴ്സിംഗ് കോളേജ് അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നു കേരളത്തിൽ. അങ്ങനെ ഫസ്റ്റ് ബാച്ചിലേക്ക് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത്, ഇവിടെ നിന്ന് 5 രൂപ പോയിന്റേ ഉള്ളൂ. അവന് 5 രൂപ കൊടുത്തല്ല രാവിലെയും വൈകിട്ടും പോയി വരുന്നത്. അപ്പൊ അങ്ങനെ അവൻ ആ കോളേജിൽ അവന് 13ാമത്തെ അലോട്ട്മെന്റിൽ അവന് അഡ്മിഷൻ ലഭിക്കാനായി ദൈവം കൃപ ചെയ്തു. അവന് ലോൺ എടുത്താ പഠിക്കുന്നെങ്കിലും കർത്താവ് പോയി വന്ന് വീട്ടിൽ നിന്ന് പോയി വന്ന് ചെയ്യുവാനുള്ള ദൈവത്തിന്റെ കൃപ. ഞങ്ങളെ ഹോസ്റ്റലിലൊക്കെ നിർത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയത്തില്ല. ലോൺ തന്നെ ഞങ്ങൾ എടുത്തു. പക്ഷേ ആ ലോണ് ഞങ്ങൾ തിരിച്ചടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങളെ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ ലോൺ അടയ്ക്കാൻ കഴിയത്തില്ല. പക്ഷേ ഞങ്ങളിവിടെ താമസമായി, ജനുവരിയിൽ താമസമായി പിറ്റേ ജൂൺ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ അടുത്തൊരു സ്കൂളിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കി. ഹല്ലേലൂയ. സ്കൂൾ ബസ് ഓടിക്കുവാൻ ദൈവം അങ്ങനെ ഒരു ജോലി ക്രമീകരിച്ചു തന്നു, ആ ലോൺ അടയ്ക്കാനുള്ള മാർഗം. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അങ്ങനെ അത്ഭുതകരവും അതിശയകരമായി നടത്തുന്നു. ദൈവത്തിന്റെ കൃപയ ഈ 25ലും എല്ലാ നന്മകളും തന്നുവെങ്കിലും പ്രതികൂലങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രതികൂലങ്ങൾ ഈ നവംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ജീവിതത്തിൽ കാണുന്നു. പ്രതിസന്ധികൾ ഒരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി വന്നു. എന്നാൽ അവിടെ ഒക്കെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. മകന്റെ ഫീസ് അടയ്ക്കണമെങ്കിൽ ലോൺ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ചെറിയ എമൗണ്ട് അതിൽ ചെയ്യണം. ബാക്കി ഗവൺമെന്റിന്റെയാണ്. അവർ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് ബാങ്കിൽ നിന്ന് തരത്തുള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ ഫീസ് അടയ്ക്കും വളരെ ബുദ്ധിമുട്ടി. എങ്ങനെയെന്ന് ചിന്തിച്ചു. മോളുടെ ഫീസ് ആണെങ്കിലും അടയ്ക്കാൻ പറ്റാതെ സെപ്റ്റംബർ തൊട്ട് ഇങ്ങോട്ട് കിടക്കുകയാണ്. മോള് 10th പഠിക്കുന്നത്. അപ്പം അതുപോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. കർത്താവ് ഇന്നും അതിശയകരമായ അത്ഭുതകരമായ ദൈവം ഞങ്ങളെ നടത്തുന്നു. ദൈവത്തിന്റെ കൃപ, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും രാത്രിയിൽ നന്ദി കരയിട്ടാണ്. സമയം അല്പം മുന്നോട്ട് പോയി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി. മോള് 10th പഠിക്കുന്നു. ഫെബ്രുവരിയിൽ ബോർഡ് എക്സാം ആണ്. ദൈവമക്കൾ എല്ലാവരും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവര് വിശ്വാസത്തിൽ ഈ വർഷം അവര് ജലത്തിൽ ദൈവത്തെ സാക്ഷീകരിപ്പാനൊക്കെ ദൈവം കൃപ ചെയ്തു. രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിപ്പാൻ തക്കോണം ദൈവോട് ഇടയാക്കി. അനേക കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന്റെ തലമുറകളെ ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അങ്ങനെ തന്നെ ഉയർത്തിക്കൊണ്ട് വരട്ടെ. അവര് അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളൊന്നും നഷ്ടപ്പെട്ടു പോകല്ലെന്ന്. ആത്മീയരായിട്ടുള്ളവരുടെ എല്ലാം തലമുറകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിക്കൊണ്ടിരിക്കുന്നത്. അവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും നമുക്ക് പറയാനും അറിയത്തുമില്ല. നമുക്കതിന് കഴിയത്തുമില്ല. പറഞ്ഞാൽ തന്നെ നമ്മളെ വചനങ്ങളൊന്നും ആരും അനുസരിക്കത്തുമില്ല. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രകാരം ദൈവോട് ഒരിക്കലും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. എല്ലാം ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാ. സകലമാനവും മഹത്വം പുകഴ്ചയും എല്ലാം എൻ്റെ അപ്പച്ചൻ അർപ്പിക്കുകയാണ്. വീണ്ടും ദൈവമക്കളെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സമയാനുവദിച്ച് ദൈവദാസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എത്രത്തോളം നേരെ സഹിച്ചിരുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം തരുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കേൾപ്പിച്ച നല്ല വചനത്തിനായും നല്ല സാക്ഷ്യത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ ഹല്ലേലൂയ എങ്ങനെ നമുക്ക് വർണ്ണിക്കാതിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അത്ര ശ്രേഷ്ഠനായ, ഹല്ലേലൂയ, അത്ര യോഗ്യനായ ആമേൻ ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രിയ സിസ്റ്ററിലൂടെ ദൈവം കേൾപ്പിച്ച എല്ലാ നല്ല ആലോചനകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഈ 2026 ആമേൻ അനുഗ്രഹത്തിന്റെയും ആമേൻ വിടുതലിന്റെയും ആമേൻ കൂടുതൽ സാക്ഷ്യത്തോടെ അനേക രാജ്യങ്ങളിൽ ആമേൻ കർത്താവിന്റെ ടെസ്റ്റിമണിയുമായിട്ട് കടന്നു പോകുവാനും ദൈവത്തിന്റെ വചനവുമായി ആലോചനകളുമായി കടന്നു പോകുവാൻ കുടുംബമായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാല സിൻസി സിസ്റ്ററിനെ ദൈവകരത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സോസാമി ആൻറ്റി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. പ്രിയ സിസ്റ്ററിനെയും കുടുംബത്തെയും ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം.